മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, സ്നേഹസ്വരങ്ങളെവിടെ, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു. മനസ്സ് പങ്കുവച്ചു. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 27. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ ചരമദിനമാണ്. ഇന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ അനശ്വരങ്ങളായ ഗാനങ്ങളിലൂടെ അദ്ദേഹത്തെ നമുക്ക് അനുസ്മരിക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഈ ഒരു ഗാനം കാലാതീതമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ ഒരു പാട്ടിൻ്റെ ഓരോ വരികളും എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും നമ്മളെ ഹൃദയത്തിലോട്ടാണ് ഈ ഓരോ വരികളും എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ വയലാറിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യത്വത്തിനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെല്ലാവരും ഒന്നായി കാണാനുള്ള ഒരു ആഹ്വാനം അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും ഉണ്ട്. അവസാനമായി ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കാം, വയലാറിൻ്റെ വരികൾ പോലെ സ്നേഹവും നന്മയും സഹോദരനും നിറഞ്ഞ ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഹൃദയങ്ങളിലും വയലാറിൻ്റെ ഓരോ വരികളും ഓരോ ഗാനങ്ങളും എന്നും മുഴങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വയലാർ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലോട്ട് വന്നത്. എനിക്ക് പഴയ പാട്ടുകളോടൊക്കെ കൂടുതൽ ആരാധനയും ഇഷ്ടമൊക്കെ തോന്നാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചനും മമ്മിയാണ് കേട്ടോ. എൻ്റെ അപ്പച്ചനും മമ്മിയും ഒരുപാട് പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറയുവാണെങ്കിൽ എൻ്റെ വീട്ടിലൊരു ചെറിയ ടേപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ ഒരുപാട് പാട്ടിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കറിയാം ഓരോ സിനിമയുടെ എത്ര പാട്ടുണ്ടോ അത് ഉൾക്കൊള്ളിച്ചുള്ള കാസറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ ഒരുപാട് കാസറ്റ് എൻ്റെ വീട്ടിലിങ്ങനെ അപ്പച്ചൻ അടുക്കി വെച്ചാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ടേപ്പിനുള്ളൊരു റെഡ് കളറായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഒന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി. എന്നാലും അപ്പച്ചൻ ഞാൻ വീട്ടിലുള്ള സമയത്തൊക്കെ ഓരോ കാസറ്റ് ഇട്ട് പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇപ്പം എന്നോട് പഴയ കാലത്തെ പാട്ടുകൾ ചോദിച്ചാൽ എനിക്ക് ഏത് പാട്ട് പാടാൻ പറഞ്ഞാലും ഞാൻ പാടാറുണ്ട്. കാരണം എൻ്റെ ലൈവിലൊക്കെ ഞാൻ കൂടുതലും പാടുന്നത് പഴയ പാട്ടുകളാണ്. ഇപ്പോഴത്തെ കാലത്തെ പാട്ടുകൾ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. 90s അതിനപ്പുറത്തുള്ള പാട്ടുകളൊക്കെ ഏത് ചോദിച്ചാലും ഞാൻ പാടാറുണ്ട്, എനിക്ക് പാടാൻ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രധാന കാരണം എൻ്റെ അപ്പച്ചനാണ് കേട്ടോ, അപ്പച്ചനും മമ്മിയാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് അതിങ്ങനെ ഈ ഒരു വീഡിയോയിൽ കൂട്ടിച്ചേർക്കണം എന്ന് തോന്നി. അപ്പം ഞാൻ വയലാർ സാറിൻ്റെ പാട്ടുകളാണ് അത്. ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും അറിവില്ലെങ്കിലും എല്ലാ പാട്ടുകളും എനിക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ ചിന്തിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ ഒരു ദിവസം പെട്ടെന്ന് ആ ഒരു കാര്യം എൻ്റെ മനസ്സിലോട്ട് ഓർമ്മ വന്നു കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പാടിയ ആ ഒരു പാട്ട്, വയലാർ സാറിൻ്റെ ആ ഒരു പാട്ട് എന്നെ ഒരുപാട് ഹൃദയത്തിൽ കൊണ്ട ഒരു പാട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു പാട്ടും കൂടെ ഉണ്ട് കേട്ടോ, വയലാർ സാറിൻ്റെ എല്ലാ പാട്ടുകളും നല്ലതാണ്. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള 2 പാട്ടുകൾ, ഒന്നത് സ്റ്റാർട്ടിങ്ങിൽ പാടിയത്, രണ്ടാമതൊരു പാട്ടും കൂടെ ഉണ്ട്, ഞാൻ അതിവിടെ ആലപിക്കുകയാണ് കേട്ടോ. ചക്രവർത്തി
നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി സാലവഞ്ചികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും. പഞ്ചലോകമണിമന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും. ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും. ചൈത്രപത്മതലമണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു. പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. എത്ര മനോഹരമായ പാട്ടല്ലേ. അപ്പം അത്ര നന്നായിട്ടൊന്നും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പാടിയത്. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട്. എന്നാലും പാടിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നേ ദിവസം ഈ ഒരു പാട്ട് പാടി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. വയലാർ സാറിന് ഒരുപാട് നന്ദി, ഇത്രയും നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചതിന്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും, സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ.